ഗൈസ് നിങ്ങളിത് കണ്ടോ? ഇതാണ് ക്രൊയേഷ്യയിലെ മഞ്ഞ് വീഴ്ച. നല്ല അടിപൊളി വ്യൂ ആണ്, സൂപ്പർ വ്യൂ ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും മനോഹരമായൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഗൈസ് ഇവിടെ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തു. വിൻ്റർ സീസൺ എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും പറയും വിൻ്റർ സീസണാണ് വരുന്നത്, ജാക്കറ്റ് വാങ്ങണം അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുമെങ്കിൽ ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്ന്. കാരണം ഇവിടെ അടിപൊളി സ്നോഫോളാണ്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കാൻ നേരം പോലും ഇങ്ങനത്തെ സ്നോഫോൾ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് മഞ്ഞിലേക്കാണ് കാലെടുത്ത് കൂട്ടുന്നത്. അത്രയും നല്ല അടിപൊളി സ്നോഫോൾ, നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അപ്പോൾ ഇതിനെ പറ്റിയ ജാക്കറ്റും ഗ്ലൗസും ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിഞ്ഞു വെച്ചോളുക. ഇവിടെ വിൻ്റർ സീസണാണ്. അപ്പം മാക്സിമം നമ്മൾ എല്ലാം, അതായത് ഷൂ, ഗ്ലൗസ്, മാസ്ക്, മറ്റേ എല്ലാ സാധനങ്ങളും ആയിട്ട് മാത്രം വരിക. കാരണം അത്രയും തണുപ്പാണ് ഇവിടെ ഇപ്പോൾ. പക്ഷേ ഇതിന് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ വന്ന സമയത്തും ഇവിടെ വിൻ്റർ സീസൺ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ കഴിഞ്ഞ വിൻ്റർ സീസണിൽ, ഞാൻ ഉദ്ദേശിച്ച കഴിഞ്ഞ വിൻ്റർ സീസണിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. ചുമയും തുമ്മലും ജലദോഷമൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു ഞാൻ. അത് ക്ലൈമറ്റ് ചേഞ്ച് ആയതിന്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റിയില്ല. പിന്നെ ആ സമയത്ത് എൻ്റെ കയ്യിൽ ജാക്കറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റി. എനിക്ക് എൻജോയ് ചെയ്യാനേ എനിക്ക് പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുവാണ് ഈ മഞ്ഞ് വീഴ്ച എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കാരണമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിതിനൊരു ഫ്ലാഷ് ബാക്ക് കൂടി ഉണ്ട്. അതിൻ്റെ കാരണം, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ, ഞാൻ എൻ്റെ കഴിഞ്ഞ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ വരണം എന്നുള്ളത് എൻ്റെ ഭയങ്കര വലിയൊരു സ്വപ്നമായിരുന്നു. അത് നമ്മളെ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നറിയുമ്പോൾ ആ സ്വപ്നത്തിന് നമുക്ക് കുറച്ചും കൂടി ആഴം കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊരു ഞാൻ കുഞ്ഞായിരുന്നപ്പോഴുള്ള ഈ യൂറോപ്യൻ കൺട്രീൻ്റെ സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമാവാൻ കാരണം എന്ന് പറയുന്നത് ഈ മഞ്ഞ് വീഴ്ച കൂടിയാണ്. ഈ മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടക്കണം, മഞ്ഞെടുത്ത് എറിയണം, കളിക്കണം, ഇതൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ സ്വപ്നങ്ങളായിരുന്നു. പക്ഷേ അത് വെറുതെ വന്ന് വിസിറ്റ് ചെയ്ത് പോകാമെന്നല്ല, അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. ഞാൻ ആ സ്വപ്നത്തിലൂടെ ഇപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് ആ ഒരു വിൻ്റർ കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്.